ആയിരുന്നു. ചേച്ചി ഈ നിർമ്മല മാം ഏതൊക്കെ ചാപ്റ്റർ എടുക്കണേ ശരിക്കും? ഈ മാമിന്റെ പേരെന്തായിരുന്നു? നിർമ്മലയല്ല, നിഷ മാം എന്നല്ലേ മാമിന്റെ പേര്? അതാണ് ഇപ്പൊ വന്ന മാഡത്തിന്റെ പേര്. ഇപ്പോഴുള്ള ക്ലാസ് നിർമ്മല മാം ഇതുവരെ ക്ലാസ് എടുത്തിട്ടുണ്ട്. ഇനി ക്ലാസ് ഉണ്ടോന്ന് അറിയോ? ഇന്നുണ്ടല്ലോ, ടൈം ടേബിൾ കിട്ടിയില്ലേ? നോക്കില്ല, അതാ ഈ നിർമ്മല പറഞ്ഞ മാം നിഷ മാം അല്ലേ? മാം കേറി. ഈ മാഡം എടുത്ത ചാപ്റ്റർ ഏതൊക്കെയാണെന്നൊന്ന് പറയാവോ? എല്ലാം കവർ ചെയ്തോന്ന് അറിയാൻ വേണ്ടിട്ടാ. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയാവോ ഏതൊക്കെയാണ്? അതെനിക്കും അറിയില്ല, ഞാനതാ ചോദിച്ചേ. ട്രീസ മാമിന്റെ നോട്ട് ആരെങ്കിലും ക്ലിയർ? ഇന്നലത്തെ റെക്കോർഡിംഗ് ക്ലാസ് വന്നോ? ഇന്നലത്തെ ലെസൺ എടുത്തത് പിന്നെ ട്രാൻസ്ഫറിങ്. ട്രീസാമയുടെ അടുത്ത് ഇന്റൻസീവ് ഒരെണ്ണം. മാഡത്തിന്റെ ക്ലാസിഫിക്കേഷൻ ഓഫ് ഐസിയുന്റെ ആ പാഠത്തിന്റെ. ട്രീസ മാം 13ഉം 12ഉം ചാപ്റ്ററുകളല്ലേ ഇപ്പൊ എടുത്തിട്ടുള്ളത്? 13 ഇന്റൻസീവ് കെയർ. പിന്നെ 12ാമത്തെ ചാപ്റ്ററിന്റെ പേരെന്താണ്? ട്രാൻസ്ഫർ ഓഫ് പേഷ്യൻസ്. ട്രാൻസ്ഫർ ഓഫ് പേഷ്യൻസ്. ഐസിയും ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ് രണ്ട് ചാപ്റ്റർ. കിട്ടിയില്ല ഇന്നലത്തെ ക്ലാസ്. ഇപ്പം നോക്കിയില്ല ഞാൻ. വന്നിട്ടുണ്ടോ? ക്ലാസ് റൂമിൽ വന്നിട്ടുണ്ടോ റെക്കോർഡ്? ആരെങ്കിലും നോക്കിയായിരുന്നോ? ഞാൻ നോക്കിയപ്പോ കണ്ടില്ല, അതാണ് ചോദിച്ചത്. ഞാൻ നോക്കിയില്ല. നിർമ്മല മേഡം സെക്കൻഡ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തോ? Okay. Hello, good morning. Good morning, madam. Good morning. madam. How did you feel this rain? Is it good or bad? Don't you understand my question? How did you feel this rain? Good, ma'am. Clear ആയില്ല മാം. How did you feel this rain? Rain. How did you feel? Very cool. Enjoying the rain. Is it good? Yeah, enjoying the rain. Is it good or bad? Heavy rain. Very bad, man. Very bad.
No rain in our place, ma'am. Palakkad. No, no rain girl. No, ma'am. No rain. Okay. ഇപ്പോഴും നല്ല ചൂടാണോ? There is hot season there. No, ma'am. ഉം. ചൂടില്ല മഴയുമില്ല ജസ്റ്റ് കൂൾ ആയിട്ടുണ്ട് നന്നായിട്ടുണ്ട് എൻജോയിങ് ദ Very ക്ലൈമറ്റ് cool. Condition, അല്ലേ? Just favorable, അല്ലേ? യാ Okay, okay. Now, my name is Nirmala. So you are English teacher. And എവിടം വരെ നിങ്ങൾ ഇംഗ്ലീഷിന്റെ ഇതൊക്കെ പഠിച്ചിട്ടുണ്ട്? എന്നാലും പഠിച്ചിട്ടുണ്ടായിരിക്കും നിങ്ങൾ ഒരു കുറേ പാർട്ടൊക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞവരുണ്ടാവും, അല്ലാത്തവരൊക്കെ ഉണ്ടാവും, അല്ലേ? ഇല്ലേ? അറിയാവുന്ന ഒരു ആളുകൾ ഉണ്ടാവില്ലേ? ഉണ്ട് അല്ലേ? Then now we are going to a class about nouns. Which class? About nouns. The Nouns. nouns. Then first of all, we should know about this noun is categorized and it including in which speech. That is in a grammar, that's situating in a parts of speech. Alle? Endana? These nouns are including in parts of speech. Parts of speech. കേട്ടോ? അപ്പോ പാർട്സ് ഓഫ് സ്പീച്ചിന്റെ ഇതിലാണ് എന്ത് നിലകൊള്ളുന്നത്? പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത് it is a traditional or contemporary grammar in English. Contemporary grammar or traditional grammar. ഒരു ട്രഡീഷണൽ അല്ലെങ്കിൽ കണ്ടംപററി ഗ്രാമറിലാണ് എന്ത് ഉൾപ്പെട്ടിരിക്കുന്നത്? പാർട്സ് ഓഫ് സ്പീച്ച് ഉൾപ്പെട്ടിരിക്കുന്നത്. എല്ലാവരും ഒന്ന് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുമോ? സ്പീക്കർ ഒന്ന് മ്യൂട്ട് ചെയ്യൂ. എല്ലാവരും അൺമ്യൂട്ട് അല്ല, all of you മ്യൂട്ട് ചെയ്യുക. അപ്പോഴാണ് എല്ലാവർക്കും നന്നായിട്ട് കേൾക്കാനൊക്കെ പറ്റുള്ളൂ. Okay. Then now I continue my class and we are studying about parts of speech. The parts of speech is a traditional grammar, that including in a traditional grammar portion. ഒരു ട്രഡീഷണൽ ഗ്രാമർ പോർഷനിൽ ഉൾപ്പെട്ടതാണ് ഇതെന്ന് പറയുന്നത്. Which is including in the traditional grammar. Which part is including in traditional grammar? That including is parts of speech including in traditional grammar. This parts of speech is categorized in 8 types. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ട്? ഇംഗ്ലീഷ് യൂസ് ചെയ്തിട്ട് പ്രശ്നം തോന്നുന്നുണ്ടോ? Any problem? No problem. Okay. 8 categories. In English, there is using parts of speech in 8 categories. 8 categories ആണ് എന്താണ് സാധാരണയായി ordinarily we are including 8 categories in parts of speech. അപ്പോ parts of speechല് 8 categories ആണ് എന്തിലുള്ളത്? ഈ പറഞ്ഞ ഇത് ഉള്ളത്. പക്ഷേ but there is one thing is also to include and 9 categories also including in this parts of speech. 9 categories. 9 categories ഉണ്ടെന്നാണ് പറയുന്നത്. സാധാരണയായി we are using 8 categories in this parts of speech grammar. Parts of speech in the grammar ഭാഗത്ത് നമ്മൾ സാധാരണയായിട്ട് നമ്മൾ usually we are using 8 type of parts of speech. നമ്മൾ 8 type of parts of speech ആണ് നമ്മൾ ഉപയോഗിച്ചു വരുന്നത്. And the first one is
noun. And the second is pronoun. And the third is adjective. And the fourth is verb. എല്ലാവരും നോട്ട് ചെയ്തെടുക്കണേ. നോട്ട് ചെയ്യുന്നില്ലേ എല്ലാവരും? എല്ലാവരും നോട്ട് ചെയ്യുക. ഞാൻ പറയുന്നതോടൊപ്പം തന്നെ നോട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലാസ് നന്നായിട്ട് പോകാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പൊ പിന്നെ നമ്മൾ ചോദിക്കുമ്പോൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ അതിനനുസരിച്ച് ഉത്തരം പറയാനായിട്ട് നിങ്ങൾക്ക് പറ്റും. ഓക്കെ. And fourth is verb, and the fifth is adverb, and sixth is preposition, and sixth is preposition, and seventh is conjunction, and eighth is interjection. Interjection. മനസ്സിലായോ? Don't you understand about this? ഒന്നുകൂടെ പറയാവോ മാം? ക്ലിയർ ആവുന്നില്ല മാം, ഒന്നുകൂടെ പറഞ്ഞുതരാവോ ഫസ്റ്റ് മുതല്? ക്ലിയർ ആവുന്നില്ല. Okay. And the first one is noun. First one is noun. Okay. And the second is, first one is noun. Noun. Okay, noun. And the second is pronoun. The second is pronoun. Third is adjective. Adjective. And the fourth is verb. And the fifth is adverb. And the sixth is preposition. P-R-E on top. Preposition. O-N ആണ് കേട്ടോ അത്. ഒക്കെ പോയി കേട്ടോ. ഒരു മിനിറ്റ്. Noun, pronoun. മനസ്സിലാവുന്നുണ്ടോ ഞാൻ എഴുതണത്? Okay. Verb, adverb. ഇതിന്റെ ഇടയ്ക്ക് adjectives ഉണ്ട് കേട്ടോ. വായിക്കട്ടെ. Adjective, verb, adverb, preposition, conjunction, and interjection. Interjection. Okay, clear? Yes ma'am. Yes, ma'am. In the ninth one is, and the ninth is, we are not using frequently using in English. That is usually we are using that, and it is also including in the parts of speech. This is the part of the parts of speech. That is the main grammar in English. That is article. The ninth one is article or determiner. What is ninth is? Article. Article or determiner. What is determiner or article? The, and, a, all are articles in English. അല്ലേ? പഠിച്ചിട്ടുണ്ടാവല്ലേ ആർട്ടിക്കിളിനെ കുറിച്ച്, ഡിറ്റർമിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? നിങ്ങളുടെ ക്ലാസ്സിലൊക്കെ അല്ലെ? നയൻത്തിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. നയൻത്തിലാണ് ഗ്രാമറിന്റെ ഏറ്റവും പ്രധാന പാർട്ടുകൾ നമ്മൾ പഠിച്ചു തുടങ്ങുന്നത്. നയൻത്ത് ക്ലാസ് മുതലാണ് അല്ലെ? അപ്പോൾ ആർട്ടിക്കിളും ഡിറ്റർമിനറും ഒക്കെ നമുക്ക് നന്നായിട്ട് മനസ്സിലാവുന്നത് അവിടെ വെച്ചാണ്.
വേറെ ക്ലാസ്സുകൾ മുന്നുള്ള ക്ലാസ്സുകൾ ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ഏറ്റവും നന്നായിട്ട് മനസ്സിലാക്കി കൊടുക്കുന്നത് പാഠഭാഗങ്ങളുള്ളത് 9th ക്ലാസ്സിലാണ് നമ്മൾ നന്നായിട്ട് പഠിച്ചു പോരുന്നത്. ഓക്കെ. ആൻഡ് അപ്പോ എല്ലാവരും ഒന്ന് മനസ്സിരുത്തി ഒന്ന് ഈ 9 പാർട്സ് ഓഫ് സ്പീച്ച് ഒന്ന് മനസ്സിലൊന്ന് വായിച്ചേ. എല്ലാവരും മനസ്സിലൊന്ന് ഉറപ്പിച്ചേ. Okay, madam. Okay, did you fix in your mind? Yes, this ma'am. nine Yeah, parts ma'am. of speech? Okay, Ma'am. okay, okay, very good, very good. Yes, ma'am. All are good, all are good. Okay, and next part is, and the first one is here is first one is noun. Alle, we are describing about noun. What is noun? What is the meaning of noun? Endana. What is Name of anything. name of thing? Another one is, can you say another? Priya Paul, can you say about noun? Anubha Jones is already said, she already said about it. It is It is indicating name, place, name, place, thing. thing. Name of a person, അല്ലേ? ഒരു വ്യക്തിയുടെ പേരായിക്കോട്ടെ. Name of animals. Place, അല്ലേ? Okay, very good. Place, animals, things, അല്ലേ? ഏതെങ്കിലും വസ്തുവിന്റെ പേരായിക്കോട്ടെ. And another one is feelings, അല്ലേ? Feelings are our stage, അല്ലേ? നമ്മുടെ ഫീലിങ്സിനെയോ our stage, it is also describing in noun. What is noun? Name of a person, a place, animals, state എന്ന് വെച്ചാൽ അവസ്ഥ കേട്ടോ. നമ്മുടെ അവസ്ഥ തന്നെയാണ്. ചിലപ്പോ ആ ഫീലിങ്സ് തന്നെ കേട്ടോ. ഫീലിങ്സ് ഓർ സ്റ്റേറ്റ് ആണ് കേട്ടോ ഉദ്ദേശിച്ചത്. ഫീലിങ്സ് അല്ലെങ്കിൽ സ്റ്റേറ്റ്സ്, അല്ലെ? നമ്മുടെ സ്റ്റേറ്റ് എന്ന് ഉദ്ദേശിച്ചത് നമ്മുടെ കൺട്രി, ഓരോ സ്റ്റേറ്റ്, സംസ്ഥാനം എന്നുള്ള രീതിയിലല്ലോ കേട്ടോ. ഇംഗ്ലീഷിൽ പല അർത്ഥങ്ങളുണ്ട് അല്ലേ? സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. സ്റ്റേറ്റ് ഓഫ് മൈൻഡ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? സ്റ്റേജസ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ? സ്റ്റേജസ് ഓഫ് മൈൻഡ്, സ്റ്റേറ്റ് ഓഫ് മൈൻഡ്, അല്ലെ? സംസ്ഥാനങ്ങളുടെ പേരും നൗൺ അല്ലേ മാം? അപ്പൊ ആ സ്റ്റേറ്റ് അല്ലെ, ആഡ്ജക്റ്റീവ് ആയിട്ട് പറയുമ്പോഴൊക്കെ അതിന്റെ അർത്ഥം മാറും. നൗണിലേക്കും ആഡ്ജക്റ്റീവിലേക്കും ഒക്കെ എന്താണ് ഒരുപാട് അർത്ഥങ്ങള് ഒരു വേർഡിന് തന്നെ ഉണ്ടാവുമെങ്കിൽ പോലും നൗണിലേക്ക് വരുമ്പോൾ ഒരർത്ഥവും അഡ്ജക്റ്റീവിലേക്ക് വരുമ്പോഴും മറ്റൊരർത്ഥത്തിലേക്കുമാണ് ഇംഗ്ലീഷ് വേർഡിലെ മീനിങ്ങിനൊക്കെ ഒരു വ്യത്യാസം വരുന്നത്. അപ്പോ ഹിയർ നെയിം ഓഫ് എ പേഴ്സൺ, പ്ലേസ്, ആനിമൽസ്, തിങ്സ് ആൻഡ് ഫീലിംഗ്സ്. ഓക്കെ, that is noun. That denotes noun. അതിനാണ് noun എന്ന് പറയുന്നത്. And the first one is noun is also categorized as കൗണ്ടബിൾ നോൺ ആൻഡ് നോട്ട് കൗണ്ടബിൾ നോൺ. yes, very good, അല്ലേ? Countable and uncountable. എന്തൊക്കെയായിട്ടാണ് തിരിച്ചിരിക്കുന്നത്? കൗണ്ടബിൾ ആൻഡ് അൺകൗണ്ടബിൾ, അല്ലെ? നമുക്ക് പറയുമ്പോ തന്നെ മനസ്സിലാവും. കൗണ്ടബിൾ, വാട്ട് ഇസ് കൗണ്ടബിൾ? വി ക്യാൻ കൗണ്ട്. നിർവഹിക്കാൻ സാധിക്കുന്നേ. അതായത് ഇറ്റ് ഹാസ് അല്ലെ, ഒരു നമ്പർ അല്ലെങ്കിൽ we can describe it as a measurement, അല്ലെ? ഒരു മെഷർമെന്റിൽ നമുക്ക് പറയാൻ സാധിക്കില്ലേ? ഇല്ലേ? ഒരു മെഷർമെന്റ് ഉപയോഗിച്ച് നമുക്ക് അതിനെ പറയാനായിട്ട് സാധിക്കും. ദാറ്റ് ഈസ് കൗണ്ടബിൾ, അല്ലെ? അപ്പോ എന്താണ്? കൗണ്ടബിൾ ആയിരിക്കുള്ളൂ, അല്ലെ? കൗണ്ടബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് പറയുന്നത്? കൗണ്ടബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് എന്താണ്? വിച്ച് ക്യാൻ ബി കൗണ്ടഡ്, അല്ലെ? അത് എന്താണ്? വിച്ച് ക്യാൻ ബി
counted. അതിനെ നമുക്ക് മ്യൂട്ട് ചെയ്യാൻ പറയോ? മ്യൂട്ട് ചെയ്യാൻ പറയോ? യെസ് യെസ്. അല്ല, ഒന്ന് മ്യൂട്ട് ചെയ്യണേ. ഞാൻ പറഞ്ഞു നേരത്തെ, you should cooperate with me. You should cooperate with me. All of you mute your mics. Yes, yes. Everyone to mute. Everyone mute your microphones. Please cooperate with me. Then I will call you in your names. Then you can respond with me. In that time, you can respond with me. I will call you with your name. Then that time you can unmute these microphones. Then now all of you. Okay. Thus, countable nouns are which can be counted. 6 boxes. Alle, 8 girls. 3 balls. We can count it. Alle, നമുക്ക് അതിന് എന്ത് ചെയ്യാൻ പറ്റും? കൗണ്ട് ചെയ്യാനായിട്ട് പറ്റും അല്ലേ? Which can be counted. 3 balls, 6 boxes, and 8 girls. So that's the example for this countable nouns. And then what is uncountable name? Uncountable noun. That's the opposite of countable. Right? Then which cannot be counted. Right? നമ്മൾക്ക് അതിനെ എന്ത് ചെയ്യാൻ പറ്റില്ല? കൗണ്ടബിൾ ആണോ അത്? It is not countable. അല്ലേ? അപ്പൊ that is called uncountable. അല്ലേ? ചില മെഷർമെന്റ്സ് ഒക്കെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഓക്സിജൻ അല്ലേ? എക്സാമ്പിൾ ഓക്സിജൻ and the gases. Water. It is not uncountable. It is no. It is uncountable. അല്ലേ? ഇത് കൗണ്ടർ എത്ര ഓക്സിജൻ ചേർന്നിട്ടാണ് വാട്ടർ ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ പറയാം അല്ലേ? എത്ര H2O ആണ് അല്ലേ? 2 ഹൈഡ്രജനും ഒരു ഓക്സിജൻ ചേർന്നിട്ട് വാട്ടർ ഉണ്ടാകുന്നു. അത് എത്രത്തോളം വാട്ടർ, അവിടെ കിടക്കുന്ന വാട്ടർ എത്രയെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഒരു പുഴയിൽ കിടക്കുന്ന വാട്ടറിൽ എത്രത്തോളം ഓക്സിജനും എത്ര ഹൈഡ്രജനും ഉണ്ടെന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുമോ? അത് ഇല്ല അല്ലേ? അപ്പൊ അതുകൊണ്ട് ഒരു പാത്രത്തിലിരിക്കുന്ന വെള്ളത്തിൽ എത്ര ഹൈഡ്രജൻ എത്ര ഓക്സിജൻ പറയാനായിട്ടൊക്കെ നമുക്ക് സാധിക്കും. കുറെ കഴിയുമ്പോഴൊക്കെ നമുക്ക് അതിനുള്ള വഴികളൊക്കെ ഉണ്ട് അല്ലെ കെമിസ്ട്രിയിൽ. പക്ഷെ നമുക്ക് ഇവിടെ ഹിയർ എന്താണ് ഒറ്റ നോട്ടത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. ദാറ്റ് ഇസ് അൺകൗണ്ടബിൾ ആണ് അല്ലേ? വുഡ് എന്ന് പറയുമ്പോൾ കൗണ്ടബിൾ ആണോ അൺകൗണ്ടബിൾ ആണോ? വുഡ് എന്ന് പറയുമ്പോൾ വുഡ് അല്ല, നോ ഓക്സിജൻ. എയർ എന്ന് പറയുമ്പോൾ കൗണ്ടബിൾ ആണോ അൺകൗണ്ടബിൾ ആണോ? അൺകൗണ്ടബിൾ ആണ് അല്ലേ? ആൻഡ് ഗേൾ എന്ന് പറയുന്നു, എ ഗേൾ, ദാറ്റ് ഈസ് കൗണ്ടബിൾ ഓർ അൺകൗണ്ടബിൾ? അതിന്റെ ഒരു ഡിഫറൻസ് എല്ലാവർക്കും മനസ്സിലായില്ലേ? Don't you understand about the differences between countable and uncountable noun? Yes, ma'am. Yes, ma'am. Okay. And another noun is this countable noun from the countable noun also divided into proper noun and common noun and collective noun. എന്തൊക്കെയായിട്ടാ തിരിച്ചിരിക്കുന്നത്? പ്രോപ്പർ, കോമൺ, കളക്റ്റീവ്. ഓക്കെ. പ്രോപ്പർ noun, common noun and collective noun. ഇനി ആദ്യം തന്നെ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ വി ആർ സ്റ്റഡിങ് അബൌട്ട് വാട്ട് ഈസ് പ്രോപ്പർ noun and common noun.
എന്താണ് പ്രോപ്പർ നൗൺ എന്നും കോമൺ നൗൺ എന്നുമാണ് നമ്മൾ പഠിക്കുന്നത്. എന്താണ് പ്രോപ്പർ? പ്രോപ്പർ ഇതിനെ നമുക്ക് നെയിം പറയും, സ്ഥലത്തിന്റെ നെയിം പറയും. common അല്ലെ? Proper and common, these are including and this is a part of a noun അല്ലെ? These are the part of a noun അല്ലെ? ഇത് രണ്ട് എന്തിന്റെ പാർട്ടാണ്? നൗണിന്റെ പാർട്ടാണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? പ്രോപ്പർ നൗൺ എന്ന് പറയുമ്പോൾ കോമൺ നൗൺ എന്ന് പറയുന്ന രണ്ട് വ്യത്യാസമുണ്ട്. മായ ഈസ് എ ഗേൾ എന്ന് പറഞ്ഞു. മായ ഈസ് എ ഗേൾ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് മായക്ക് പകരം ഇവിടെ എന്താണ് പ്രോപ്പർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു? അല്ലെങ്കിൽ ഇന്ത്യ ഈസ് മൈ കൺട്രി. ഇന്ത്യ ഈസ് മൈ കൺട്രി അല്ലെ? അപ്പോ ഇത് പ്രത്യേകം നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു? പ്രത്യേകം അവയുടെ പേരുകൾ നാം എന്ത് ചെയ്തിരിക്കുന്നു? പറഞ്ഞിരിക്കുന്നു അല്ലെ? അതിലെന്ത് ചെയ്തിരിക്കുന്നു? നമ്മൾ എടുത്ത് പറയാണ്, എംഫസൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ കൂടുതൽ ഊന്നി പറയാണ് ചെയ്യുന്നത്. അതിന്റെ പേര് പ്രോപ്പർ അല്ലെ? അതാണ് പ്രോപ്പർ നൗൺ എന്ന് പറയുന്നത് അല്ലെ? അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ എന്താണ്? മായ ഈസ് എ ഗേൾ അല്ലെ എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ എന്ത് ഉപയോഗിച്ചിരിക്കുന്ന പേര് നമ്മൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്നു അല്ലെ? പ്രത്യേകം എന്ത് ചെയ്തിരിക്കുന്നു? സ്പെസിഫൈ ചെയ്തിരിക്കുന്നു എന്ന് പറയാം. എന്ത് ചെയ്തിരിക്കുന്നു? വി ആർ സ്പെസിഫൈഡ് ഇറ്റ്സ് നെയിം അല്ലെ? ആൻഡ് ഹെർ നെയിം ഓർ ദാറ്റ്സ് എ കൺട്രീസ് നെയിം അല്ലെ? ആ രാജ്യത്തിന്റെ പേരോ അവളുടെ പേരോ ഒക്കെ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു? അവിടെ വി ആർ സ്പെസിഫൈഡ് അല്ലെ? നമ്മൾ അവിടെ സ്പെസിഫൈങ് ചെയ്യുകയാണ് അല്ലെ? അതാണ് എന്തെന്ന് പറയുന്നത്? ദാറ്റ് ഇസ് നോൺ ആസ് പ്രോപ്പർ നൗൺ. അതിനെയാണ് പ്രോപ്പർ നൗൺ എന്ന് പറയുന്നത്. വി ആർ കോൾഡ് ഇറ്റ് ആസ് എ പ്രോപ്പർ noun, the name of a person, name of a thing, name of a country, and other things are we are specifying its name അല്ലെ? അതിന്റെ പേരുകൾ നമ്മൾ അവിടെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് that is called as proper noun. അതിനെ എന്തെന്ന് പറയുന്നു? പ്രോപ്പർ നൗൺ. Okay. You say you. And next is common noun. What is the meaning of common noun? ജനറൽ. Okay. General ആണ് അല്ലെ? ജനറൽ ആയിട്ട് നമ്മള് പറയുന്ന ഒന്നാണ് കോമൺ നൗൺ എന്ന് പറയുന്നത് അല്ലെ? ഈ മായക്ക് പകരമായിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കാം? ഷീ. ഷീ അല്ലെ? നമ്മൾ ഷീ ഉപയോഗിക്കുന്നു, ഹീ ഉപയോഗിക്കുന്നു, ദാറ്റ് ഉപയോഗിക്കുന്നു, ദിസ് ഉപയോഗിക്കുന്നു അല്ലെ? ഇതെല്ലാം തന്നെ എന്താണ്? കോമൺ അല്ലെ? അപ്പൊ മായ എന്ന് പറയുന്നതിന് പകരം വി ആർ യൂസിങ് ഹീ അല്ലെ? മായക്ക് പകരം നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? ഷീ ഈസ് എ ഗേൾ അല്ലെ? അവളൊരു പെണ്ണാണ് അല്ലെ എന്ന് നമ്മള് ഉപയോഗിച്ചു അല്ലെ? അപ്പൊ ഇവിടെ ഷീ എന്ന് പറയുന്നത് എന്താണ്? ദിസ് ഈസ് കോമൺ അല്ലെ? ഇതാണ് എന്ന് പറയുന്നത് കോമൺ എന്ന് പറയുന്നത്. അപ്പൊ ഇത് എന്ത് നൗൺ ആണ്? അപ്പോ ദിസ് ഈസ് കോമൺ നൗൺ. അപ്പൊ ഇത് ഞാൻ രണ്ടൊന്ന് ഉദാഹരണങ്ങൾ തരാം. ഇതിനകത്ത് കോമൺ ഏതാണെന്ന് കണ്ടുപിടിക്കുക. കോമണും ഇത് പ്രോപ്പറും. ഒന്ന് കണ്ടുപിടിച്ചേ. മാത്രം പറയാം കേട്ടോ. ഞാൻ ചോദിച്ചോളാം. മാം കാണുന്നില്ല, മാം ഒന്നും കാണാൻ പറ്റുന്നില്ല, സ്ക്രീൻ കാണുന്നില്ല. ആരെ?
സ്ക്രീൻ ഒന്നും കാണുന്നില്ല. കാണില്ലേ? ഇല്ല. കാണാൻ പറ്റുന്നുണ്ടല്ലോ. എനിക്ക് കാണുന്നില്ല. കാണുന്നുണ്ടല്ലോ. മാഡം നന്നായിട്ട് കാണാം. ഒന്ന് നോക്കി അവിടെ വല്ല എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ നോക്കിയേ. ആ ഡിവൈസിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഇല്ല, ഇപ്പോഴും കാണുന്നില്ല. റേഞ്ചിന്റെ ഇഷ്യൂ. റേഞ്ച് ഇഷ്യൂ. ലെഫ്റ്റ് ചെയ്തിട്ട് നോക്കട്ടെ. റേഞ്ച് ഇഷ്യൂ ആയിരിക്കും. Have you any network problem in though? ഉണ്ട് മാം, റേഞ്ചിന്റെ പ്രോബ്ലം ഉണ്ട്. Range problem. Okay. Then, Anu, you find out which is common and the proper noun in this sentences. Anu? Madam, Sachin is my favorite cricketer is common proper noun. Sachin. Sachin Is my favorite cricketer is proper noun. Which is Sachin is proper noun. Alle in this sentence. Alle Sachin. Alle. Pinna. Next. The next sentence. My son is a doctor. Yeah. Son. My. Son of my. Parnolo. My. Sandhya. My son is a doctor. Common noun. കാരണം എന്താണ്? What is the reason? Common. What is the reason? Common. My son എന്നുള്ള കോമൺ ആയതിന് പ്രധാന കാരണം what is the reason? It will be as a my son അല്ലെ? പേര് പറഞ്ഞിട്ടുണ്ട് ഇവിടെ. That is not specifying the name of that person. There is no specified name അല്ലെ? Commonly using my son and my daughter അല്ലെ? And he is a doctor അല്ലെ? അവൻ ഡോക്ടർ ആണെന്നാണ് പറയുന്നത്. എന്ത് ഡോക്ടർ ആണെന്ന് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടോ? He's or Ayurvedic or homeopathic doctor. No, ma'am. There is no specified which doctor he is അല്ലെ? ഏത് ഡോക്ടറാണെന്നുള്ളത് അവിടെ സ്പെസിഫൈ ചെയ്യാത്തത് കൊണ്ട് എന്ത് അതൊരു കോമൺ നൗൺ ആണ്. Don't you understand about it? Don't you understand all of this common and proper noun? Yes, ma'am. Yes. Okay. Yes, ma'am. And അപ്പൊ പ്രോപ്പർ നൗൺ എന്താണെന്നും കോമൺ നൗൺ എന്താണെന്നും. നെക്സ്റ്റ് ഈസ് കളക്റ്റീവ് നൗൺ. What is collective? We can collect it അല്ലെ? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു കളക്ട് ചെയ്യുക. ഇപ്പോ എക്സാമ്പിൾ ഈസ് ഫാമിലി. ഒരു ഫാമിലി എന്ന് പറയുമ്പോൾ ഒരു എന്താണ്? ഒരു കൂട്ടമാണ് അല്ലേ? ഒരു എന്താണ്? ഒരു കളക്ഷൻ ആണ്, ഒരു കൂട്ടം. ഒരു ടീം എന്ന് പറയുമ്പോഴും എന്താണ്? ഒരു കൂട്ടം അല്ലെ? അതാണ് കളക്റ്റീവ് നൗൺ എന്ന് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? ഈ ഫാമിലിയില് ഡിഫറെന്റ് മെമ്പേഴ്സ് ആർ ഇൻക്ലൂഡിങ് ഇൻ ദിസ് ഫാമിലി അല്ലെ? ഫാമിലിയിൽ പല മെമ്പേഴ്സ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യുന്നു? അത് എന്തായിട്ട് വി ആർ കോളിംഗ് ഇറ്റ് ആസ് എ ഫാമിലി അല്ലെ? നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കുന്നു? ഫാമിലി എന്ന് വിളിക്കുന്നു. ഓക്കെ? And a team അല്ലെ? ഡിഫറെന്റ് പ്ലേയേഴ്സ് ആർ ഇൻക്ലൂഡിങ് ഇൻ ദാറ്റ് ടീം അല്ലെ? ടീം എന്ന് പറയുമ്പോൾ ഡിഫറെന്റ് പ്ലേയേഴ്സ് ഉണ്ടായിരിക്കും ആ ടീമില്. എ ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ് അല്ലെ? ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ് മീൻസ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഫ്ലവേഴ്സ് ആർ ഇൻക്ലൂഡിങ് ഇൻ ദാറ്റ് ഫ്ലവർ അല്ലെ? ആ ഫ്ലവറില് എന്തുണ്ടായിരിക്കും? അല്ലെങ്കിൽ ഒരു ബാസ്കറ്റില് ചിലപ്പോ different type of flowers are included in that basket. That is called bunch of flowers അല്ലെ? ഒരു കൂട്ടം
പൂക്കളുടെ ഒരു കൂട്ടം എന്ന് പറയും, ചിലപ്പോൾ ഒരു ഗാർഡനില് അല്ലെ ഒരുപാട് പൂക്കളുടെ കൂട്ടം ഉണ്ടായിരിക്കാം. അപ്പൊ അത് ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ് ആണ് അല്ലെ. ഇനി എ ക്ലാസ് ഓഫ് സ്റ്റുഡൻസ് അല്ലെ, ഒരു ക്ലാസ്സിലെ സ്റ്റുഡൻസ്, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്റ്റുഡൻസ് ആർ ഓൾസോ ഇൻക്ലൂഡിംഗ് ഇൻ ദാറ്റ് ക്ലാസ്. And this is called as collective noun. അതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? What is calling? Collective. Collective noun. Have you any doubt in this collective noun? No. No, ma'am. No. Oh, okay. Now this collective noun. And second is uncountable. അല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞു uncountable എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഈ uncountable is not count അല്ലെ, will not count that measurement. ആ മെഷർമെന്റ് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, കൗണ്ടബിൾ ആണെന്ന് പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് അപ്പോ അതൊക്കെ അൺകൗണ്ടബിളിൽ പെടും. അതിലാണ് abstract noun-ഉം പിന്നെ വരുന്നത് concrete noun-ഉം പെടുന്നത്. Concrete nouns. Abstract and concrete nouns are including in uncountable nouns അല്ലെ. അൺകൗണ്ടബിൾ നൗൺസിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്? Abstract and concrete noun. ഇതാണ്. What is the meaning of abstract noun? നമുക്ക് കാണാൻ പറ്റാത്തത്, കേൾക്കാൻ പറ്റാത്തതൊക്കെ. Yes അല്ലെ. That is called untangible അല്ലെ. അതിനെയാണ് ഇന്ന് വിളിക്കുന്നത് untangible. ഈ കോൺക്രീറ്റ് നൗണിനെ നമ്മൾ മെറ്റീരിയൽ നൗൺ എന്ന് കൂടി നമ്മൾ പറയാം കേട്ടോ. കോൺക്രീറ്റ് നൗണിന്റെ മറ്റൊരു പേരാണ് അത്. other name is called it as a concrete noun. Other name is material noun. അതായത് അപ്പോ അബ്സ്ട്രാക്ട് നൗൺ എന്ന് വെച്ചാല് ചില ഐഡിയാസ്, ഞാനിത് വായിക്കുന്നുണ്ട് കേട്ടോ. അബ്സ്ട്രാക്ട് ഞാൻ എഴുതിക്കോളുണ്ട്. അബ്സ്ട്രാക്ട് എന്ന് വെച്ചാല് ചില ഐഡിയാസ്, പിന്നെ ക്വാളിറ്റീസ് ആൻഡ് കണ്ടീഷൻസ്, ചില കണ്ടീഷൻസ്. ഇതെല്ലാം ഉൾപ്പെടുന്നതാണ് എന്ന് പറയുന്നത് ഐഡിയാസ്, ക്വാളിറ്റീസ് ആൻഡ് കണ്ടീഷൻസ് അല്ലെ. ഇതെല്ലാം അപ്പൊ നമ്മൾക്ക് എന്താണ് അതിനെ തൊടാനായിട്ട് നമുക്ക് സാധിക്കോ? ഇല്ല അല്ലെ. നമുക്ക് തൊടാനായിട്ട് നമുക്ക് അതിനെ സാധിക്കില്ല. റെഫേഴ്സ് ഐഡിയാസ്, ക്വാളിറ്റീസ് ആൻഡ് കണ്ടീഷൻസ് ഓൾസോ നോ ഫിസിക്കൽ റിയാലിറ്റി ആർ കമ്മിങ് അണ്ടർ അബ്സ്ട്രാക്ട് നൗൺ അല്ലെ. ഒരു ഫിസിക്കൽ ആയിട്ടുള്ള റിയാലിറ്റി എന്തിലുണ്ടായിരിക്കില്ല? No, physical realities are not including in this abstract noun. Physical ആയിട്ടുള്ളത് അല്ലെ. ഫിസിക്കൽ ആയിട്ടുള്ള എന്ന് പറയുമ്പോഴാണല്ലോ നമുക്ക് അതിനെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? We can touch അല്ലെ. നമുക്ക് അതിനെ തൊടാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ. We can hear, we can touch, hear and we can feeling about this അല്ലെ. നമുക്ക് എന്താണ് ഫീലിംഗ് ഉണ്ടാവുമെങ്കിലും പക്ഷേ അതിനെന്ന് നമുക്ക് തൊടാനോ കാണാനോ we cannot see അല്ലെ. നമുക്ക് തൊടാനോ കാണാനോ കേൾക്കാനോ ഒന്നും സാധിക്കാത്തത് അല്ലെ. ദാറ്റ് ഈസ് അൺടാഞ്ചിബിൾ. എന്താണ് പറയുന്നത്? ഒറ്റ വേർഡ് എന്താണ് അതിന്? കാണാനും കേൾക്കാനും തൊടാനും പറ്റാത്തതിന് ഒറ്റ വാക്കാണ് അൺടാഞ്ചിബിൾ അല്ലെ. അൺടാഞ്ചിബിൾ അല്ലെ. അതിന് തൊടാനോ കേൾക്കാനോ നമുക്ക് ഒന്നും സാധിക്കാത്ത നൗണിനെയാണ് അബ്സ്ട്രാക്ട് നൗൺ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഫ്രണ്ട്ഷിപ്പ്. ഫ്രണ്ട്ഷിപ്പിനെ നമുക്ക് തൊടാൻ പറ്റോ? Is it touchable? No. അല്ലേ അല്ലെ. നമുക്ക് ഫീൽ ചെയ്യും അത്. ഫ്രണ്ട്ഷിപ്പ് അല്ലെ. ലവ് ഹാപ്പിനെസ് ഇല്ലേ മാം? ഹാപ്പിനെസ്, ലവ്, ഹാപ്പിനെസ്. ഓക്കെ, ഹാപ്പിനെസ്. ഓക്കെ, ഇതെല്ലാം തന്നെ നമ്മൾക്ക് എന്താണ്? നമുക്ക് എന്താണ് അനുഭവിച്ചറിയാം അല്ലെ. നമുക്ക് അതിനെക്കുറിച്ച് എന്താണ് we can feel it അല്ലെ. അതിനെ നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോഴും
ലവ് എന്ന് പറയുമ്പോഴേ ഹാപ്പി എന്ന് പറയുമ്പോഴൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. ഐ വിഷ് യു എ ഹാപ്പി മാരീഡ് ലൈഫ് എന്ന് പറയുമ്പോൾ ഹാപ്പി മാരീഡ് ലൈഫ് എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ എന്ത് ചെയ്യണം? അതിനെ വിഷ് ചെയ്യാണ് അല്ലെ? ആ വിഷ് ചെയ്യുന്നത് എന്താണ്? നമുക്ക് തൊടാനോ കാണാനോ കേൾക്കാനോ ഒന്നും സാധിക്കാത്ത ഒരു ഫീലിംഗ് ആണ് അവിടെ നമ്മൾ വിഷ് ചെയ്യപ്പെടുന്നത് അല്ലെ? ഹാപ്പി എന്ന് പറയുന്ന ഒരു സംഭവം. അപ്പോ അത് ഏത് നൗണിൽ പെടുന്നതാണ്? അബ്സ്ട്രാക്ട് നൗണില് പെടുന്നതാണ്. ദാറ്റ് ഇസ് അൺടാഞ്ചിബിൾ വൺ, നോട്ട് സ്പെസിഫിക്കേഷൻ അല്ലെ? ഒരു തരത്തിലുള്ള ഫിസിക്കൽ ആയിട്ടുള്ള എന്താണ് ഫിസിക്കൽ മെഷർമെന്റ്സ് ഒന്നും, നോ ഫിസിക്കൽ റിയാലിറ്റി അതർ അല്ലെ? അവിടെ ഒരു ഫിസിക്കൽ റിയാലിറ്റി അവിടെ ഉണ്ടായിരിക്കില്ല. പക്ഷേ ബട്ട് ഇൻ കോൺക്രീറ്റ് നൗൺ, concrete noun or material noun, it is tangible. അതെന്താണ്? ടാഞ്ചിബിൾ ആണ് അല്ലേ? there is a physical reality. അവിടെ ഒരു ഫിസിക്കൽ റിയാലിറ്റി ഉണ്ട്. അതായത് ഒരു ചെയർ എന്ന് പറയുമ്പോൾ എന്തുണ്ട്? ഒരു ഫിസിക്കൽ റിയാലിറ്റി ഉണ്ട്. ടേബിൾ എന്ന് പറയുമ്പോൾ അവിടെ എന്തുണ്ട്? ഫിസിക്കൽ റിയാലിറ്റി ഉണ്ട് ഇല്ലേ? ബിൽഡിംഗ് പറ്റത്തില്ലേ മാം? എന്താണ്? ബിൽഡിംഗ് എന്താണ്? ബിൽഡിംഗ്സ് അല്ലേ? ബിൽഡിംഗ് മാം, അതാകുമ്പോ ഒരു ഫിസിക്കൽ റിയാലിറ്റി. നമുക്ക് ബിൽഡിങ്സ് എന്ന് പറയുമ്പോൾ നമ്മള് ടേബിള്, ചെയർ, ബിൽഡിങ്സ്, ബുക്സ് ഇതൊക്കെ പറയുമ്പോഴേ വി ക്യാൻ ഫീൽ ഇറ്റ് അല്ലെ? നമുക്ക് അതിന് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒപ്പം ടാഞ്ചിബിൾ ആണ് അല്ലെ? വി ക്യാൻ സീ ഇറ്റ്, വി ക്യാൻ എന്താണ് അതിന് നമുക്ക് കാണാനും കേൾക്കാനും എല്ലാം സാധിക്കുന്നത് എന്ത് തന്നെയാണ്? ഈ പറയുന്ന എന്ത് കോൺക്രീറ്റ് ഓർ മെറ്റീരിയൽ നമ്മള് ഉൾപ്പെടുന്നവയിലാണ്. മനസ്സിലായോ? സംശയമുണ്ടോ? മനസ്സിലായി. സംശയമുണ്ടോ? മനസ്സിലായി. അപ്പോ ഈ നൗണിലെ ഇത്രയും ഭാഗങ്ങളെ കുറിച്ച് എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് അല്ലെ? മാഡം, ഓക്കെ. കളക്റ്റീവ് നൗണിന്റെ എക്സ്പ്ലനേഷൻ എന്ന് പറയോ? എന്തിനാണ് കളക്റ്റീവ് നൗണിന്റെ എക്സ്പ്ലനേഷൻ? കളക്റ്റീവ് നൗൺ എന്ന് വെച്ച് കഴിഞ്ഞാല് പറയാം കേട്ടോ. എ ഗ്രൂപ്പ് ഓഫ് സിമിലർ class. Okay. A group of similar class is called as collective nouns. Example, family. Example എന്താ? Family. Team, class. ഇഷ്ടമുള്ള എക്സാമ്പിൾ collective nouns പറ്റിയ examples you can use it കേട്ടോ. Team, class, അല്ലെ? Class of students, bunch of flowers, and all are included in this collective nouns. Okay. Yes. Hello, ma'am. പറഞ്ഞോളൂ. മാം, ഇൻടാഞ്ചിബിൾ ആണോ അൺടാഞ്ചിബിൾ ആണോ? Intangible. മാം, ശരിക്കും ടാഞ്ചിബിൾ ടാഞ്ചിബിൾ എന്നല്ലേ പറയുന്നത്? Intangible. Okay. Okay. Yes, ma'am. Okay, clear. Yes, ma'am. Okay, okay. And the other is how does Jane is a designer. Then Jane is a designer, and Jane is a
Jane is very creative. Jane loves her job. Loves Jane's job കേട്ടോ. Jane's job എന്നാണ് എഴുതേണ്ടത്. അതല്ല. അപ്പൊ ജെയിൻ, ഞാൻ എത്ര പ്രാവശ്യം ജെയിൻ എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ട്? ഇവിടെ ഉണ്ട് അല്ലേ? ഒന്നുകൂടി അല്ലെ? ജെയിൻ അല്ലെ? എത്ര പ്രാവശ്യം? ജെയിൻ, ജെയിൻ, ജെയിൻ അല്ലെ? ഇവിടെയും ഒരു ജെയിൻ ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ ജെയിൻ എന്നുള്ളത് വീണ്ടും വീണ്ടും ഐ ആം സ്പീക്കിംഗ് ദാറ്റ് നെയിം അല്ലെ? ആ പേര് ഞാൻ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജെയിൻ ഇസ് എ ഡിസൈനർ, ജെയിൻ ഇസ് എ വെരി ക്രിയേറ്റീവ്, ജെയിൻ ലവ്സ് ജെയിൻസ് ജോബ് അല്ലെ? ഇങ്ങനെ പറയുമ്പോൾ എന്തെങ്കിലും ഒരു എന്താണ് നമുക്കൊരു ബോറിംഗ് അല്ലേ തോന്നുന്നത്? ചെയ്യുന്നുണ്ട്. ആ, അന്ന് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലെ? അപ്പൊ നമുക്ക് ഇതിന് പകരമായിട്ട് ജെയിൻ ഈസ് എ ഡിസൈനർ എന്ന് പറഞ്ഞതിന് ശേഷം നമുക്ക് വേണം എന്ത് പറയാം? ആ, പകരം അല്ലെ? ആ, ഇതിന് പകരമായിട്ട് അല്ലെ നമ്മൾ എന്ത് ഉപയോഗിക്കാം? ഷീ ഈസ് എ വെരി creative and she loves her job. She is a designer, she is very creative and loves her job എന്ന് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ആ സെന്റൻസ് കംപ്ലീറ്റ് ആയില്ലേ? അല്ലെ? There is not coming any repetition അല്ലെ? അവിടെ റിപ്പീറ്റേഷനും വരുന്നില്ല അല്ലെ? അപ്പോ നമുക്ക് ഇതിനെ നമുക്ക് ഒരു സബ്ജക്റ്റ് പ്രോനൗൺ എന്നും ഒബ്ജക്റ്റ് പ്രോനൗൺ എന്നും പ്രോനൗൺ എന്ന് പറയുമ്പോൾ നൗണിന് പകരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു അല്ലെ? നൗണിന് പകരമായിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? പ്രോനൗൺസ് യൂസ് ചെയ്യുന്നത് അല്ലെ? അപ്പോ ഈ പ്രോനൗണിനെ നമുക്ക് സബ്ജക്റ്റ് പ്രോനൗൺ എന്നും ഒബ്ജക്റ്റ് പ്രോനൗൺ എന്നും രണ്ടായിട്ട് തരംതിരിക്കാം. സബ്ജക്റ്റ് പ്രോനൗൺ ആൻഡ് ഒബ്ജക്റ്റ് പ്രോനൗൺ. ഞാൻ ഈ പറഞ്ഞതാണ് സബ്ജക്റ്റ് പ്രോനൗൺ എന്ന് പറഞ്ഞാല് മേരി wrote a letter. Mary wrote a letter. Here Mary is subject pronoun. Mary എന്ന് പറയുന്നത് എന്താണ്? Here Mary is subject pronoun. അതിന് പകരമായിട്ട് അല്ലെ ഈ മേരി എന്ന് പറയുന്ന ഈ സബ്ജക്റ്റ് ഇവിടെ ഈ സബ്ജക്റ്റിന് പകരമായിട്ട് സബ്ജക്ട് പ്രോനൗൺ അല്ല, ഇവിടെ മേരി സബ്ജക്റ്റ് ആണ് അല്ലെ? ഈ മേരിക്ക് പകരമായിട്ട് നമ്മൾ എന്തുപയോഗിക്കുന്നു? ഉപയോഗിക്കാം അല്ലെ? എന്തുപയോഗിക്കുന്നു? ഷീ. അപ്പോ അവിടെ സബ്ജക്റ്റ് പ്രോനൗണിലേക്ക് വരുമ്പോൾ ഷീ റോട്ട് എ ലെറ്റർ എന്ന് കൊടുത്തു അല്ലെ? മേരി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിന് പകരമായിട്ട് അല്ലെ? പകരമായിട്ട് നമ്മൾ എന്തുപയോഗിക്കുന്നു? Here Mary is changed as a she അല്ലെ? മേരി എന്തായിട്ട് മാറുന്നു? ഷീ എന്നതിലേക്ക് മാറുന്നു. ദാറ്റ് സബ്ജക്റ്റ് പ്രോനൗൺ. യെസ്. ഇനി വാട്ട് ഈസ് ഒബ്ജക്റ്റ് പ്രോനൗൺ? എന്തായിരിക്കും ഒബ്ജക്റ്റ് പ്രോനൗൺ എന്ന് പറയുന്നത്? ഐ കോൾഡ് മേരി. ഞാൻ ആരെ വിളിച്ചു? മേരിയെ വിളിച്ചു അല്ലെ? ഐ കോൾഡ് മേരി അല്ലെ? ഈ മേരിയെ വിളിച്ചു. അപ്പോ നമ്മള് മേരിയെ വിളിച്ചു. ഞാൻ ആര് വിളിച്ചു എന്ന് പറയാൻ ഞാൻ അവളെ വിളിച്ചു എന്ന് ആക്കണ്ടേ അല്ലെ? ഐ കോൾഡ് മേരി എന്ന് പറയുന്ന ഇത് അല്ലെ? ഇതിനെ എന്താക്കി മാറ്റിയാണ് നമ്മള്? ഐ കോൾഡ് ഹർ അല്ലെ? ഹിയർ ഹർ ഈസ് object pronoun. There is a object pronoun. Okay.
I called Mary. I called her. Here, her is object pronoun. Okay, യോ? ഞാൻ ഒരു ഇത് പറയുമ്പോഴാണ്, പേഴ്സണൽ പ്രോനൗൺസ് പറയുമ്പോഴാണ് എല്ലാവർക്കും അത് മനസ്സിലാവുള്ളൂ. പേഴ്സണൽ പ്രോനൗൺസിലേക്ക് വരുമ്പോൾ ഐ എന്നുള്ളത് എന്തായി മാറുന്നു? ഒബ്ജക്റ്റ് അല്ലെ? ഇത് സബ്ജക്റ്റ് പ്രോനൗൺ ആണ്, ഇത് ഒബ്ജക്റ്റ് പ്രോനൗൺ ആണ്. മനസ്സിലായോ? ഐ എന്നുള്ളത് എന്തായിട്ട് മാറുന്നു? യു ആയിട്ട് മാറുന്നു. യു എന്നുള്ളത് എന്തായിട്ട് മാറുന്നു? ഒബ്ജക്റ്റ് പ്രോനൗണിലേക്ക് വരുമ്പോ യു തന്നെയായിട്ടാണ് മാറുന്നത്. ഓക്കെ, ഒന്നുകൂടെ പറയാം മാം. അതായത് പേഴ്സണൽ പ്രോനൗൺസ് അല്ലെ, നമ്മൾ പേഴ്സണൽ പ്രോനൗൺസിനെ കുറിച്ച് പഠിക്കുകയാണല്ലോ ഇപ്പൊ. അപ്പോ അതില് സബ്ജക്റ്റ് പ്രോനൗൺ എന്നും ഒബ്ജക്റ്റ് പ്രോനൗൺ എന്നും രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട് അല്ലെ, അങ്ങനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അതില് സബ്ജക്റ്റ് പ്രോനൗൺ ഒബ്ജക്റ്റ് പ്രോനൗണിലേക്ക് വരുന്ന സമയത്ത് എന്തെല്ലാം ചേഞ്ചസ് സംഭവിക്കുന്നു അല്ലെ? എന്താണ്, വിച്ച് ടൈപ്പ് ഓഫ് ചേഞ്ചസ് ആർ ഹാപ്പനിങ് ഇൻ ഒബ്ജക്റ്റ് പ്രോനൗൺ? ഇറ്റ് ഇസ് ട്രെയിനിങ് ആസ് ഒബ്ജക്റ്റ് പ്രോനൗൺ അല്ലെ? അത് ഒബ്ജക്റ്റ് പ്രോനൗണിലേക്ക് മാറുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ ഹിയർ ഐ ചേഞ്ച്ഡ് ആസ് യു അല്ലെ? യു changing, and there is no change there in object pronoun in you and you as you. He, him അല്ലെ? അവൻ എന്നുള്ളത് എന്തായിട്ട് മാറുന്നു? അവനെ എന്നാക്കി മാറുന്നു. ഷീ എന്തായിട്ട് മാറും? മാറുന്നു. ഇറ്റ് തന്നെയായിട്ടാണ്. വി എന്തായിട്ട് മാറുന്നു? ഞങ്ങൾ എന്ന് പറയുമ്പോൾ എന്ത് മാറുന്നു? അല്ലെ? ആ, ഞങ്ങളുടെ അല്ലെ? ആ, ഞങ്ങളുടെ. പിന്നെ ദേ എന്തായിട്ട് മാറുന്നു? ദേ അവരാണ് അല്ലെ? ദേ എന്താണ്? അവരുടെ അല്ലെ? ദം അവരെ ഒക്കെ പറയില്ലേ? ദം അല്ലെ? അവരെ. അവരെ എന്നുള്ള രീതിയില് മാറുന്നു. എന്താ ഒബ്ജക്റ്റിൽ എന്താ വരാ? എന്താണ്? ദേ വരുമ്പോ ഒബ്ജക്റ്റില് എന്താ വരാന്ന്? ദം അവരെ എന്നുള്ള രീതിയിലാണ് വന്നത്. അവരുടെ എന്നുള്ള രീതിയിലല്ല വന്നത്, അവരെ എന്നുള്ള രീതിയില്. ഓക്കെ 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 അതാണ്. അപ്പോ സബ്ജക്റ്റ് ആൻഡ് ഒബ്ജക്റ്റീവ് പ്രോനൗൺസിൽ കേട്ടോ. ഓക്കെ, മനസ്സിലായോ? സബ്ജക്റ്റ് ആൻഡ് ഒബ്ജക്റ്റ്, ഒബ്ജക്റ്റിലേക്ക് വരുമ്പോഴാ. ഓക്കെ മാം. എന്തായി മോനെ? എന്തായി? പറഞ്ഞോളൂ. കുറെ പ്രോനൗൺസ് ഉണ്ട്. കുഴപ്പമില്ല മാഡം, മനസ്സിലായി. ഓക്കെ ഓക്കെ. അപ്പോ ആയിട്ടുണ്ട് അല്ലെ? ഇനി ഈ പ്രോനൗൺസിനെ നമ്മൾ വീണ്ടും കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട് കേട്ടോ. പേഴ്സണൽ പ്രോനൗൺസിനെ കാര്യങ്ങൾ മനസ്സിലായല്ലോ. പേഴ്സണൽ പ്രോനൗൺസ് എന്തൊക്കെയായിട്ട് മാറും? സബ്ജക്റ്റ് ഒബ്ജക്റ്റിലേക്ക് വരുമ്പോഴേ എങ്ങനെയൊക്കെ മാറുന്നു എന്ന് മനസ്സിലായി കഴിഞ്ഞല്ലോ. ഇനി അതിൽ വന്നത് ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗൺ ആൻഡ് പൊസസീവ്. ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗൺ ആൻഡ് പൊസസീവ് പ്രോനൗൺ. ഇങ്ങനെ രണ്ട് പ്രോനൗൺസ് ആണ് പിന്നെ ഉള്ളത്. അതിനെ കുറിച്ച് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഇത്രയും കാര്യങ്ങളില് ഒന്ന് നോക്കിയിട്ട് എന്തായി ഉമാദേവി? ഇത്രയും കാര്യങ്ങൾ ഒന്ന് വായിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചോളൂ. ഓക്കെ മാം. എല്ലാവരും നോട്ട് ചെയ്തിട്ടുണ്ടല്ലോ? ഒന്നുമില്ലായിരുന്നു, ഉണ്ടായിരുന്നു. നോട്ട് ചെയ്തിട്ടുണ്ട് മാം. ഓക്കെ. ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? യെസ് യെസ്.
പ്രൊനൗൺസിൽ തന്നെ തന്നെയാണ് സബ്ജക്റ്റും ഒബ്ജക്റ്റും. അതിന്റെ സബ് ക്ലാസിഫിക്കേഷൻ ആണോ മാം ഡെമോൺസ്ട്രേറ്റീവ് ആൻഡ് പോസസീവ്? പ്രൊനൗൺസ് ആണോ? പ്രൊനൗൺസ് ആ അതിന്റെ സബ്ജക്റ്റും ഒബ്ജക്റ്റും 2 ക്ലാസിഫിക്കേഷൻ ആണോ മാം, അതോ 4 ഇല്ല, ആദ്യം നമ്മൾ പഠിക്കുന്നത് അതിലെ സബ്ജക്ട് ആൻഡ് ഒബ്ജക്റ്റ് എന്നുള്ള ഒരു ക്ലാസിഫിക്കേഷൻ നമ്മൾ പ്രൊനൗൺസിൽ പഠിക്കുന്നു. മനസ്സിലായോ? പിന്നീട് അതിനെ വീണ്ടും നമ്മൾ എന്താണ് വീണ്ടും അതിനെ ഡെമോൺസ്ട്രേറ്റീവ് എന്ന നിലയിലും പോസിറ്റീവ് എന്ന നിലയിലും നമ്മളത് വീണ്ടും കാറ്റഗറൈസ് ചെയ്യുന്നു. ഓക്കെ, പേഴ്സണൽ പ്രൊനൗൺസിനെ അല്ലേ രണ്ടായിട്ട് തിരിക്കുന്നത്, സബ്ജക്റ്റ് ഒബ്ജക്റ്റ് എന്ന്? അതെ അതെ, പേഴ്സണൽ പ്രൊനൗൺസിനെ നമ്മള് എന്തായിട്ട് സബ്ജക്ട് ആൻഡ് ഒബ്ജക്റ്റ് എന്ന രീതിയിൽ നമ്മൾ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നു. അതിൽ വീണ്ടും ഡെമോൺസ്ട്രേറ്റീവ് ആൻഡ് വീണ്ടും എന്ത് വരും? ഡെമോൺസ്ട്രേറ്റീവ് ആൻഡ് പൊസസീവ് വരും. ഓക്കെ ഓക്കെ, ഹലോ, പറഞ്ഞു. ഈ സബ്ജക്ട് പ്രോനൗണിനെയാണോ നമ്മള് സബ്ജക്ട് പ്രോനൗണില് സബ് ഡിവിഷൻ ആയിട്ട് ഡെമോൺസ്ട്രേറ്റീവും പൊസസീവും അങ്ങനെയാണോ? അങ്ങനെ തന്നെ വരും, ഡെമോൺസ്ട്രേറ്റീവ് വരും. അതായത് സബ്ജക്ട് പ്രോനൗണിന്റെ കീഴിൽ 2 ബ്രാഞ്ച് ആയിട്ട് തിരിച്ചിട്ട് ഡെമോൺസ്ട്രേറ്റീവ്. ഇതിനെ വീണ്ടും കാറ്റഗറൈസ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇതിൽ തന്നെ എടുത്തിട്ട്. വേറെ എന്താണ് സ്പെഷ്യലായിട്ട് വീണ്ടും ഒരു ഇത് വന്നില്ല. ഇതിനെ തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് അതും വരുള്ളൂ. കേട്ടോ? ഒന്നും കൂടി ഒന്ന് ക്ലിയർ ചെയ്യോ? അതായത് ഞാൻ പറയാണ്, ഡെമോൺസ്ട്രേറ്റീവിലേക്ക് വരുന്ന സമയത്ത് ഒരു ഉദാഹരണം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കേണ്ടതാണെങ്കിൽ പോലും ഡെമോൺസ്ട്രേറ്റീവ് വന്നപ്പോ ദിസ് എന്ന് പറയുന്നത് അല്ലെ, അത് എന്ന് പറയുന്നത് അതെന്തായിട്ട് മാറുന്നു? നമ്മുടെ ദാറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നു അല്ലെ. പിന്നെ പൊസസീവില് വരുമ്പോ ഐ എന്തായിട്ട് മാറുന്നു? കുറച്ചും കൂടി നമ്മൾ പൊസസീവ് ആകുന്നു അല്ലെ. അതായത് പൊസസീവ് എന്ന് വെച്ചാൽ മൈൻ, എന്റേത് എന്നുള്ള രീതിയിലേക്ക് വരൂലേ. അപ്പൊ നമ്മളിവിടെ ഐ എന്ന് പറഞ്ഞപ്പോ ഇത് ഒബ്ജക്റ്റിലേക്ക് വന്നപ്പോ യു ആണ് ഉപയോഗിച്ചത് അല്ലെ. മാം ഐ വരുമ്പോ ഒബ്ജക്റ്റീവ് മീ വരികയല്ലേ? മീ എനിക്കെന്നല്ലേ? അതെ, അത് സബ്ജക്ട് പ്രൊനൗൺസിനകത്ത് ഐ വരുമ്പോ ഒബ്ജക്റ്റീവ് പ്രൊനൗൺസിനകത്ത് മീ അല്ലേ വരിക? ഒബ്ജക്റ്റിലേക്ക് മീ ആണോ വരണേന്നോ? അതെ, ഒബ്ജക്റ്റില് വരുമ്പോൾ ആ യു ആയിട്ട് ചേഞ്ച് ചെയ്യല്ലേ വരുള്ളൂ. അത് ചേഞ്ച് വരും, പൊസസീവിലേക്ക് ചേഞ്ച് വരും. എന്റേത് എന്നൊക്കെ വരുമ്പോൾ നീ എനിക്ക് അല്ലെ, എന്റേത് എന്നൊക്കെ പറയില്ല, അതൊക്കെ പൊസസീവാണ്. മൈൻ, മീ എന്നൊക്കെ പറയുമ്പോൾ പൊസസീവ്നെസ് ആണ് വരുന്നത്. ഓൾറെഡി ഇൻക്ലൂഡിങ് ഇൻ ദാറ്റ് ഒബ്ജക്റ്റ്. അത് ഒബ്ജക്റ്റ് തന്നെയാണ് ശരിക്കും പറഞ്ഞാല്. ശരിക്കും അത് ഒബ്ജക്റ്റ് തന്നെയാണെങ്കിൽ പോലും അതിന് എന്ത് വരുന്നു? ഒരു പൊസസീവ്നെസ് വരുന്നുണ്ട് അല്ലെ. ഇറ്റ്സ് മീ, ഇത് എനിക്ക് വേണ്ടിയാണ്. അല്ലെങ്കിൽ അങ്ങനെ പറയുന്ന സമയത്ത് എന്താണ് അവിടെ വരുന്നത്? അവിടെ വരുന്ന ഒരു ഫീലിംഗ് എന്ന് പറയുന്നത് എന്താണ്? പൊസസീവ് ആണ്. ഓക്കെ മാം. ഓക്കെ. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തന്നോളാം കുറച്ചും കൂടി കേട്ടോ, വിശദമായിട്ട് കേട്ടോ. ഓക്കെ. അപ്പോ ആ ഐ എന്നുള്ളത് മൈൻ ആകുന്നു. യു എന്നുള്ളത് എന്തായിട്ട് മാറുന്നു? യുവേഴ്സ്, നിങ്ങളുടെ അല്ലെ. അതായത് അതാണ് പൊസസീവ് എന്ന് പറയുന്നത്. കേട്ടില്ലേ? ഒരു പൊസസീവ്നെസ് അവിടെ വരുന്നു എന്നതാണ് അവിടെ അർത്ഥമാക്കുന്നത്. ഡെമോൺസ്ട്രേറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെന്ത് ചെയ്യാ? ദിസ് എന്തായി മാറുന്നു? ദാറ്റ് അല്ലെ. ഇവ അതായിട്ട് മാറുന്നു, അവ ഇവയായിട്ട് മാറുന്നു. എന്താണ് അങ്ങനെയുള്ള ഇതാണ് ഡെമോൺസ്ട്രേറ്റീവില് വരുന്നത്. ഓക്കെ ആയോ? ഓക്കെ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാം കേട്ടോ. എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യണം? വായിച്ചിട്ട് വരണം കേട്ടോ. നിങ്ങളൊന്ന് എന്താണ് പ്രിപ്പയർ ചെയ്തിട്ടൊക്കെ ഇരിക്കുക കേട്ടോ. ഓക്കെ മാം. മാം ഇതിന്റെ നോട്ട് എങ്ങനെയാ? ഞാൻ
നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യാം കേട്ടോ. ഓക്കെ. ഓക്കെ 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 മാം, താങ്ക് യു. Okay, thank you. We will meet again in another class. Thank you, ma'am. Okay, ma'am. Thank you. Okay. Okay, ma'am. Thank you. Okay. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Rijo.